ഇതൊരു കോമഡി സിനിമയാണത്. ശിവപ്രസാദാണ് ഇതിൻ്റെ ഡയറക്ടർ. ശിവപ്രസാദും പിന്നെ സിജു സണ്ണിയും കൂടെ ചേർന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. ശിവപ്രസാദ് മുമ്പ് മിന്നൽ മുരളിയിലൊക്കെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം മുതലേ ഞങ്ങൾ കുറേ കാലമായിട്ട് പരിചയമുള്ളതാണ്. ടൊവിയായിട്ടും ഒക്കെ കണക്റ്റഡാണ്. അപ്പോൾ ടൊവിനോ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ എന്നുള്ളതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഒരു കൊളാബറേഷനും കൂടെ ഉണ്ട്. അത് ഭയങ്കര സന്തോഷമുണ്ട്. ഈ പേര് ഈ മരണമാസം മാസമാണോ എന്ന് ആൾക്കാർക്ക് സംശയം. ഞാനല്ല അഭിനയിക്കുന്നത്. ആ സംശയങ്ങൾ മാറിക്കോളൂ. ഇതൊരു കോമഡി ആൾക്കാർക്ക് താല്പര്യമുണ്ട്. സമയമാട്ടെ, ഞാൻ ബോഡിയൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പോസ്റ്ററിനകത്ത് ഈ പഴത്തിൽ എഴുതിയേക്കണം എന്തായിരുന്നു? പഴം അല്ല, അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കുറെ കൂടെ അങ്ങനെ കുറച്ച് കണക്റ്റഡാണ്. അങ്ങനെ സിനിമയിൽ അത് കണക്റ്റഡാണ് പഴമൊക്കെ. ഇപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഷൂട്ടൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് തുടങ്ങും. മിന്നൽ മുരളി 2 അതൊക്കെ അത് പ്രൊഡക്ഷനിലല്ലേ, പ്രൊഡക്ഷൻ ആക്ടർ ഹിറ്റാവട്ടെ. എല്ലാ തരത്തിലുള്ള കോംബോയും ഹിറ്റാവട്ടെ. ഇനി ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് അവൻ അഭിനയിക്കട്ടെ, അതായത് ഇനി എന്താ അവൻ ഡയറക്റ്റ് ചെയ്തിട്ട് ഞാൻ അഭിനയിക്കട്ടെ. അങ്ങനെ എന്തൊക്കെ രീതിയിലുള്ള കോംബോയും. ഇതിൽ നായിക പുതിയൊരു പെൺകുട്ടിയാണ്. പുതിയൊരു പെൺകുട്ടിയാണ്. അത് കാസ്റ്റിംഗ് ഓഡിഷൻ വഴി സെലക്ട് ചെയ്തത്. നല്ലൊരു പെർഫോമറാണ് തോന്നുന്നു. പിന്നെ കുറേ പേരുണ്ട്. സുരേഷ് ചേട്ടനുണ്ട്, സുരേഷ് കൃഷ്ണ, പിന്നെ സിജു സണ്ണി ഒരു മെയിൻ റോൾ അഭിനയിക്കുന്നുണ്ട്. പിന്നെ രാജേഷ് മാധവൻ ഒരു മെയിൻ റോൾ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഗുരുവായൂർ അമ്പലനടയിലുള്ള ഒരു അപ്പൂപ്പനുണ്ട്, ഒരു മെയിൻ റോൾ. ആരാ മോനെ എന്താ മോനെ എന്നൊക്കെ പ്രശ്നം എന്ന് ചോദിക്കില്ലേ, ആ ചേട്ടൻ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ബാബു ആന്റണി ചേട്ടനുണ്ട്. അദ്ദേഹം ഒരു നല്ല രസമുള്ള ക്യാരക്ടറാണ്. എല്ലാവരും കോമഡി റോളുകളാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല രസമുള്ള കാസ്റ്റുണ്ട്. എല്ലാവരുടെയും കൂടെ ഒരു കഥയാണ്. ടോവിനോ ഒരു ഗസ്റ്റ് റോളിലേക്ക് വരുന്നു പ്രതീക്ഷിക്കാമോ? ശിവപ്രസാദ് ഈ സിനിമയുടെ സംവിധായകൻ ബേസിലിൻ്റെ അസോസിയേറ്റായിട്ട് മിന്നൽ മുരളിയിൽ ഉണ്ടായിരുന്നതാണ്. സിജു സണ്ണി അവരാണ് ഇത് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ സ്ക്രിപ്റ്റ് പറഞ്ഞു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് ശിവനും സിജുവും ഒക്കെ. അതുപോലെ തന്നെ ഇവർ കാസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരും ബേസിലും സുരേഷ് ചേട്ടനും ബാബു ചേട്ടനും ഒക്കെയാണ്. നമ്മൾ ഭയങ്കര രസമുള്ള ഒരു സിനിമയായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. കാരണം വലിയ സിനിമയൊന്നുമല്ല, ഒരു നല്ല രസമുള്ള ഒരു എന്തെങ്കിലും രീതിയിൽ യുണീക്ക് ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു യുണീക്നെസ് ഈ സിനിമയൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. ഹ്യൂമറാണ് കൂടുതലും ഉണ്ടാവുക. അങ്ങനെ ഒരു ഡാർക്ക് ഹ്യൂമർ, ബ്ലാക്ക് ഹ്യൂമർ എന്നൊക്കെ പറയുന്ന ഒരു കണക്കിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ്. ഈ മരണമാസം അറിയുമ്പോൾ ആൾക്കാർ ഈ മാസമാണോ എന്നൊരു സംശയം ഉണ്ട് എല്ലാവർക്കും. ആ സംശയം ഉണ്ടാവുകയും അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണല്ലോ സിനിമ കാണാനായിട്ട് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും കണ്ടു നോക്കിയിട്ട് തന്നെ അതിന് മാസമാണെന്ന് നമ്മൾ പറയുന്നതിലെ കാര്യമില്ല. പക്ഷെ അങ്ങനെ ഒരു മാസ് മസാല എൻ്റർടൈനർ അല്ല, പക്ഷെ എൻ്റർടൈനറാണ്. അത് തന്നെയാണ്. ടോവിനോ ഇതിൽ ഗസ്റ്റ് റോളായിട്ട് വരുന്നുണ്ടെന്നൊക്കെ നമുക്കൊരു വേറെ നല്ല പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാപ്പ് കിട്ടിയാൽ ഇതിലൊന്നും ചെയ്യാം. ഇതിലാകുമ്പോൾ പിന്നെ നമുക്ക് വേറെ ആരോട് ചോദിക്കേണ്ട ആൾക്കാർ നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാമെന്നല്ലാണ്ട് ഞാനങ്ങനെ കുത്തിക്കേറ്റില്ല. അല്ല, ഇതിലിപ്പം ഈ ബേസിൽ ടോവിനോ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഹിറ്റ് കോംബോയാണ്. പക്ഷേ അങ്ങനെ മറ്റൊരു ക്യാരക്ടറോ ഒന്നും എനിക്ക് പറ്റിയ ക്യാരക്ടർ ഇല്ല. ഞാൻ പ്രൊഡ്യൂസറായിട്ടുണ്ടല്ലോ. അപ്പോൾ അതും അപ്പോഴും കോംബോ ആണല്ലോ, ബേസിൽ ടോവിനോ കോംബോ ആണല്ലോ. മിന്നൽ മുരളി ഹിറ്റ് പോലൊക്കെ തന്നെ ഇതും ഒരു ഹിറ്റ് പ്രതീക്ഷിക്കാം. ഇത് അങ്ങനെ ഒരു വലിയ കൻവാസിലുള്ള സിനിമയാണ്. പക്ഷേ തീർച്ചയായിട്ടും ഹിറ്റാവണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. ഭയങ്കര കുറേ നല്ല എന്താ പറയുക, എനിക്ക് ത്രൂ ഔട്ട് ഞാൻ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര എൻ്റർടൈനായിട്ട് കേട്ടുകൊണ്ടിരുന്ന സ്ക്രിപ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റൻ്റ്ലി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. എപ്പോഴാണ് ഷൂട്ടൊക്കെ തുടങ്ങുന്നത്? എപ്പോഴെങ്ങനെ? ഈ മാസം 20-ാം തീയതി നമുക്ക് ഷൂട്ട് തുടങ്ങും. ലൊക്കേഷനൊക്കെ ഇവിടെ തന്നെയാണോ? അത് ഇവിടെ പരിസരങ്ങളാണ്. എറണാകുളം തന്നെ. ചേട്ടൻ ഇപ്പോൾ ഏതാ പടം ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഐഡന്റിറ്റി ഇന്നലെ കഴിഞ്ഞു. മൊത്തം ഷൂട്ടും കഴിഞ്ഞു. ഡിസംബറിൽ തുടങ്ങിയതാണ്, ഇന്നലെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് 2 സ്കെഡ്യൂളുണ്ട് ഗുജറാത്തിൽ. അപ്ഡേറ്റ് എന്തെങ്കിലും ആയോ? ഓണത്തിനും ഉണ്ടാവും സിനിമ. ഞാനിപ്പോൾ അതിൻ്റെ ഷൂട്ടിൽ പോകുന്നുണ്ട്. ഞാൻ അവിടെ പോയി എല്ലാം ഒന്ന് മനസ്സിലാക്കി തിരിച്ച് വന്നിട്ട് അപ്ഡേറ്റുകൾ തരാം. ഇപ്പം അവിടെ ഗുജറാത്തിലാണ് ഷൂട്ട് എടുക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. രാവിലെ തന്നെ ഏതെങ്കിലും പടത്തിന്റെ